നാട്ടുകാരെന്ത് പറയും? നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും എന്നുള്ളതാണ്. നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞോട്ടെ, നാട്ടുകാർക്ക് ഇത് തന്നെയാണ് ജോലി. നിങ്ങൾ എങ്ങനെ ജീവിച്ചു കഴിഞ്ഞാലും നാട്ടുകാരെന്തെങ്കിലുമൊക്കെ പറയും. നമ്മുടെ നാട്ടിൽ സ്ത്രീധന പീഡന മരണങ്ങൾ വളരെ കോമൺ ആണല്ലേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് ഷാർജയിൽ അൽനാദയിൽ വിപഞ്ചിക എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മരണം. അതിൻ്റെ വാർത്ത കണ്ടപ്പോഴത്തേക്കും ശരിക്കും അത് കണ്ടപ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇത് പുറത്ത് പറയാണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ കൂടി എത്രയോ പെൺകുട്ടികൾ പോകുന്നുണ്ടാവും ഈശ്വര, അല്ലെങ്കിൽ എത്രയോ പെൺകുട്ടികൾ ഇത് കാണുന്നുണ്ടാവും എന്നുള്ളതാണ് ആദ്യം മനസ്സിൽ വന്നത്. ആ ഒരു ന്യൂസ് അറിഞ്ഞ് ആ ഒരു ന്യൂസിൻ്റെ ഷോക്ക് മാറുന്നതിന് മുന്നേ തന്നെ, ഒരാഴ്ച കഴിഞ്ഞില്ല, അതിന് മുന്നേ തന്നെ ഷാർജയിൽ തന്നെ മറ്റൊരു കേസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു. അതും ഇവിടെ ഷാർജ റോളയിൽ തന്നെയാണ്, അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പം ഇത് മാത്രമല്ല, ഇവിടെ മാത്രമല്ല, കേരളത്തിൽ ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഇതിപ്പോൾ ഞെട്ടി ഇതിപ്പോൾ ശരിക്കും ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. മുന്നേ നമ്മൾ ഉത്തരയുടെ കേസ് കണ്ടതാണ്, വിസ്മയയുടെ അനുഭവം നമ്മൾ കണ്ടതാണ്. ഈ അനുഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ ഇതൊക്കെ മാധ്യമങ്ങളിലൂടെ കുറേ ചർച്ച ചെയ്തതാണ്. പക്ഷേ എങ്കിൽ പോലും ഇത്രയൊക്കെ അനുഭവങ്ങൾ കഴിഞ്ഞിട്ട് പോലും റിപ്പീറ്റഡായിട്ട് പെൺകുട്ടികൾക്ക് ഇതേ ദുരനുഭവം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു മാറ്റവും നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മളുടെ പെൺകുട്ടികൾക്ക് ഇതുപോലെയുള്ള ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരാനായിട്ട് പറ്റാത്തത്? പുറത്തു വരാനായിട്ട് ശ്രമിച്ചാൽ പോലും അതിലൊന്നൊന്ന് മറികടന്ന് സ്വതന്ത്രമായിട്ടുള്ള ഒരു ജീവിതം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന സ്ത്രീകളുടെ അളവ് നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. ഇതുപോലെയുള്ള ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ കൂടെ പോകുന്ന നല്ലൊരു വിഭാഗം സ്ത്രീകൾ നമ്മുടെ ചുറ്റുമുണ്ട്. പലരും അത് പുറത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ മുന്നിൽ കണ്ടിട്ടുള്ള ഈ അനുഭവങ്ങൾ പോലെ തന്നെ 10ഉം 12ഉം കൊല്ലമൊക്കെ ശരിക്കും സഹിച്ച് ആരോടും പറയാണ്ട് പോകുന്നു, അല്ലെങ്കിൽ പലരോടും പറഞ്ഞെങ്കിൽ പോലും അവരൊക്കെ മൗനം സമ്മതം എന്നുള്ള രീതിയിൽ സൈലൻ്റായിട്ട് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തു പോകുന്നു. അവസാനം ഇത് ഇങ്ങനെ സഹിച്ച് ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും മരണമല്ലാണ്ട് നമ്മുടെ മുന്നിൽ മറ്റൊരു വഴിയില്ല എന്ന് കാണുമ്പോഴാണ് നമ്മുടെ പെൺകുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത്. ശരിക്കും എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അത് ടോക്സിക് ആണെന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് പോലും അതിൽ നിന്ന് പുറത്ത് കടക്കാനോ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടുള്ള ഒരു ജീവിതം കൊണ്ടുപോകാനോ നമ്മുടെ പെൺകുട്ടികൾക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? നമ്മുടെ സൊസൈറ്റി ഉണ്ടല്ലോ, നമുക്ക് ചാർത്തി തരുന്ന ഒരു ഗുഡ് ഗേൾ സിൻഡ്രോം ഉണ്ട്. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള പെൺകുട്ടികൾക്ക് നമ്മൾ വളർന്നു വരുമ്പോൾ തന്നെ അയ്യോ അവൾ എന്തൊരു പാവമാണെന്നോ, അവൾ എന്തൊരു നല്ല കുട്ടിയാണെന്നോ, എന്തടക്കം ഒതുക്കമുള്ള കുട്ടിയാണെന്നോ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പേരുകൾ, കുറച്ച് ചാർത്തലുകൾ നമുക്ക് തരും. അപ്പോഴത്തേക്കും നമ്മളെ പോലെയുള്ള പെൺകുട്ടികളുടെ ഉള്ളിൽ എന്താണെന്ന് പറഞ്ഞാൽ, ഓക്കെ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത്, നല്ല അടക്കവും ഒതുക്കവും വേണം, നല്ല പാവമായിരിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടല്ലോ നമ്മളൊരു ഡിപ്പെൻഡൻ്റ് ആളാക്കും. സ്വന്തമായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് സെൽഫായിട്ട് ഒരു ഡിസിഷൻ എടുക്കാനോ എന്നുമുള്ള ഒരു ധൈര്യം നമ്മൾ സ്ത്രീകൾക്ക് ഉണ്ടാവില്ല. അങ്ങനെ സെൽഫായിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസിഷൻസ് എടുക്കുവാണെങ്കിൽ നമ്മൾ പിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ അഹങ്കാരിയും തന്നിഷ്ടപ്രകാരം ഓരോന്ന് ചെയ്യുന്നവളും അങ്ങനെയുള്ളവളൊക്കെ ആവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്. എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചു പോയി, അല്ലെങ്കിൽ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി, എന്തെങ്കിലും പ്രോപ്പറായിട്ട് ആ ഒരു റിലേഷൻ പോകുന്നില്ല എങ്കിൽ അത് പുറത്ത് പറയുന്നത് ഒരു കുറവാണെന്ന് വിചാരിക്കുന്നവരാണ് നമ്മളിൽ പലരും. ശരിക്കും നമ്മളുടെ ചുറ്റുമുള്ള സൊസൈറ്റിയാണ് നമുക്ക് അങ്ങനെ ഒരു ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു തിങ്കിങ് നമുക്ക് ഉണ്ടാക്കി തരും. ഇത് പുറത്ത് പറയുവാണെങ്കിൽ എന്തോ നാണക്കേടാണ്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പുറത്ത് വരണം. ഇപ്പോൾ ഡിവോഴ്സ് എന്നൊക്കെ പറയുന്നത് തന്നെ നമ്മുടെ നാട്ടിൽ വലിയ എന്തോ ഒരു കുറ്റമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. പല ആളുകൾക്ക് പോലും സ്ത്രീകൾ ഡിവോഴ്സിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഡിവോഴ്സ് എടുക്കുന്നത് തന്നെ അവരുടെ തന്നിഷ്ടപ്രകാരം നടക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊരു ചിന്തയുള്ളവരാണ്. ഇവൻ ഇപ്പോഴുള്ള സംഭവിച്ചിട്ടുള്ള ഈ അതുല്യയുടെ കേസ് തന്നെ എടുത്താൽ പോലും നമുക്കറിയാൻ പറ്റും, 12 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അവളുടെ അച്ഛൻ തന്നെ പറയുന്നുണ്ട് അയാൾ കല്യാണത്തിന് തന്നെ വന്നത് കുടിച്ചിട്ടാണെന്ന്. അപ്പോൾ അത്രയും തുടക്കത്തിലേ തന്നെ അയാളുടെ സ്വഭാവത്തെക്കുറിച്ചിട്ട് ഏതാണ്ട് ഒരു ധാരണ ഈ പാരൻസിനുണ്ടായിരുന്നു. ആ കുട്ടി അനുഭവിച്ചു പോകുന്ന മെൻ്റൽ ഫിസിക്കൽ ടോർച്ചർ എല്ലാം ഇവർക്ക് ഒരു പരിധിവരെ അറിയാമായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും അവളെ ഒന്ന് രക്ഷപ്പെടുത്താനോ ഒന്നും ഇവരാരും ശ്രമിച്ചിട്ടില്ല. ഇപ്പം ഈ കുട്ടിയുടെ അമ്മയാണെങ്കിൽ പോലും അവൾ പലപ്പോഴും പറഞ്ഞപ്പോൾ അമ്മ തന്നെ സ്വയം പറയുന്നു, അവർ പറഞ്ഞത് സാരമില്ല മോളെ, നീ വേണമെങ്കിൽ നീ ഇങ്ങോട്ട് പോകുന്നോ, നിൻ്റെ മോളെ ഞാൻ നോക്കിക്കോളാം, നിനക്ക് രണ്ടാമത്തെ കല്യാണം നോക്കാം, രണ്ടാമത്തെ കല്യാണം ആലോചിക്കാം, അതിനിപ്പോൾ എന്താ പ്രശ്നം? നോക്കൂ, ഒരമ്മയുണ്ടല്ലോ ഓൾറെഡി ഇത്രയും ടോക്സിക് ആയിട്ടുള്ള ഇത്രയും ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിലേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകണമെന്നൊരു സ്ത്രീ പറയുമ്പോഴത്തേക്കും, ഒരു മകൾ പറയുമ്പോഴത്തേക്കും അമ്മ പറയുന്നത് അടുത്ത കല്യാണത്തെ കുറിച്ചിട്ടാണ്.
അതായത് സെക്കൻഡ് മാരേജിനെ കുറിച്ചിട്ടാണ്. അല്ലാണ്ട് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്ക്, നീ ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആകുക, നിനക്ക് സ്വന്തമായിട്ടൊരു ജോലി നമുക്ക് നോക്കാം, നിനക്ക് സ്വസ്ഥമായിട്ട് നിനക്ക് ഇവിടെ കഴിയാം, നീ ഇങ്ങോട്ടേക്ക് വാ, നിനക്ക് കഴിയാൻ, നിനക്ക് കിടന്നുറങ്ങാൻ ഒരു മുറി ഇവിടെ ഉണ്ട് എന്ന് പറയാൻ എന്തുകൊണ്ടാണ് സ്വന്തം അമ്മയ്ക്കും അച്ഛനും പോലും സാധിക്കാതിരിക്കുന്നത്? നമ്മൾ ഇത്രയും ബാധ്യതയായിട്ട് എന്തിനാണ് നമ്മുടെ പെൺമക്കളെ കാണുന്നത്? ശരിക്കും നമ്മൾ ഈ പാരൻസിൻ്റെ, നമ്മുടെ നാട്ടിലുള്ള ഒരു നല്ലൊരു ശതമാനം പാരൻസിൻ്റെയും മെൻറ്റാലിറ്റി ഇതാണ്. അതായത് ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് കല്യാണം കഴിച്ചു വിട്ടതല്ലേ, കല്യാണത്തിൻ്റെ ചിലവ് തന്നെ ഇപ്പോൾ തീർന്നിട്ടില്ല, കല്യാണത്തിനെടുത്ത ലോണ് തന്നെ ഇപ്പോൾ അടച്ചു തീർന്നിട്ടില്ല, അതിന് മുന്നേ നീ മാരേജ് തന്നെ ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി എന്ത് പറയും, നാട്ടുകാരെന്ത് പറയും? നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും എന്നുള്ളതാണ്. നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞോട്ടെ, നാട്ടുകാർക്ക് ഇത് തന്നെയാണ് ജോലി. നിങ്ങൾ എങ്ങനെ ജീവിച്ചു കഴിഞ്ഞാലും നാട്ടുകാരെന്തെങ്കിലുമൊക്കെ പറയും. അതായത് നിങ്ങൾ നന്നായിട്ട് ജീവിച്ചാലും നിങ്ങൾ ഏത് വഴിയിൽ പോയി കഴിഞ്ഞാലും നാട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. നാട്ടുകാരെന്ത് പറയുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജീവിക്കാനിരിക്കുവാണെങ്കിൽ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല. സോ ആ ഒരു തിങ്കിങ് ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം നിർത്തേണ്ടത്. അതുപോലെ തന്നെ നിനക്ക് താഴെ മറ്റൊരു പെൺകുട്ടി കൂടി ഉള്ളതാണ്, നീ വന്ന് നിൽക്കുവാണെങ്കിൽ അവളുടെ കല്യാണക്കാരി എന്താകും? ഇപ്പം തന്നെ ഞങ്ങൾക്ക് നല്ല സാമ്പത്തിക ബാധ്യതയുണ്ട്, നിന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല സാമ്പത്തിക ബാധ്യതയുണ്ട്, ഇനി നീയും കൂടി വന്ന് നിന്നാലോ? നിനക്കൊരു ജോലി ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് ജോലി ഇല്ലാതാകുന്നത്? അതൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സ്ത്രീകളെ ഒന്നാമതേ ഉണ്ടല്ലോ, നമ്മളൊരു സെൽഫ് ഇൻഡിപെൻഡൻസ് വേണം. മറ്റുള്ളവരെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നമ്മൾ ദയവ് ചെയ്ത് ജീവിക്കരുത്. ഇങ്ങനെ ഗുഡ് ഗേൾ കളിച്ചിട്ട് സ്വന്തമായിട്ട് ഒരു ഹയർ എഡ്യൂക്കേഷൻ ഒന്നും ചെയ്യാണ്ട്, സ്വന്തമായിട്ടൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലും ഇല്ല, ഒരു ജോലി പോലും ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ വിവാഹം കഴിച്ചിട്ട് നമ്മളൊരു വീട്ടിലോട്ട് ചെല്ലുമ്പോഴുണ്ടല്ലോ, നമുക്കറിയാൻ പറ്റില്ല നമ്മൾ അവിടെ ഏത് രീതിയിലുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ നേരിടേണ്ടി വരുന്നതെന്നുള്ളത്. ഇൻ കേസ് അത് വർക്കായില്ലെങ്കിൽ പോലും നമ്മൾ അവിടെ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു ജോലിയെങ്കിലും വേണ്ടേ? അല്ലെങ്കിൽ ഒരു ജോലി തേടി പോകണമെങ്കിൽ കയ്യിൽ ആ സമയത്ത് ഒരു സർട്ടിഫിക്കറ്റ് എങ്കിലും നമ്മുടെ കയ്യിൽ വേണ്ടേ? എന്തെങ്കിലും ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണ്ടേ? അപ്പോൾ ദയവേത് ഒരു ഡിഗ്രി എങ്കിലും എടുക്കാണ്ട് വെറുതെ ഒന്നും ഇതുപോലെ 18 19 വയസ്സിൽ ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ടിട്ടൊന്നും എടുത്തു ചാടാനായിട്ട് നിൽക്കരുത്. ഇനി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത്. ഇപ്പോൾ വിഭജികയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ പോലും അവർ നല്ലൊരു പൊസിഷനിൽ ഇവിടെ വർക്ക് ചെയ്ത ഒരാളാണ് ദുബായിൽ. HR ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മാനേജിങ് കപ്പാസിറ്റി ഉള്ള ഒരാൾക്ക് മാത്രമേ HR ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത ഒരു സ്ത്രീക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷനിൽ ഇത്രയും നാളിങ്ങനെ കെട്ടിക്കിടക്കേണ്ടി വന്നത്? അയാൾ ഫിസിക്കൽ അബ്യൂസ് ചെയ്തിട്ട് പോലും ഇങ്ങനെ അതൊക്കെ സഹിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകേണ്ടി വരുന്നത്. നിങ്ങൾക്ക് ഈ നമ്മൾ പറയില്ലേ കൂട്ടിലിട്ട കിളിയുടെ അവസ്ഥ എന്ന് പറയില്ലേ, വർഷങ്ങളോളം കൂട്ടിലിടുന്ന കിളി, ആ കിളീനെ പിന്നെ നമ്മൾ തുറന്നു വിട്ടാൽ പോലും കിളി പറക്കാനായിട്ട് മറന്നുപോകും. മറ്റെല്ലാ കാര്യങ്ങളിലും, പുറത്തുള്ള എല്ലാ കാര്യങ്ങളിലും സ്മാർട്ടായിരിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള മൾട്ടി ടാലൻറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മൾട്ടി ടാസ്കിങ് ചെയ്യാനുള്ള കഴിവുകൾ സ്ത്രീകൾക്കുണ്ട്. പക്ഷേ എങ്കിൽ പോലും നോ പറയേണ്ടടുത്ത് പലപ്പോഴും നമുക്ക് നോ പറയാനായിട്ട് പറ്റാറില്ല. ശരിക്കും നമ്മൾ ഇമോഷണലി ആണ് നമ്മൾ അവിടെ കൺട്രോൾ ചെയ്യപ്പെടുന്നത്. ഒരാളുടെയും ഒരു പരിധിയിൽ കൂടുതൽ നമുക്കൊരു റിലേഷൻ ടോക്സിക് ആണെന്ന് തോന്നുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ഇമോഷണൽ കൺട്രോളിൽ വരാണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ഇമോഷണൽ കൺട്രോൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് ശരിക്കും അതൊരു റെഡ് ഫ്ലാഗ് ആണ്. നമ്മൾ അവിടെ നിന്ന് ഓടുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം ഞാൻ ഈ പറയുന്നത് പോലെയൊന്നും ഇത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് നമുക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഒരു കുട്ടിയൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ, നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം നോക്കണ്ടേ എന്നുള്ളൊരു ചിന്താഗതിയാവും നമുക്ക്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇത്തരം സിറ്റുവേഷൻസിൽ പാരൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മിക്ക പെൺകുട്ടികൾക്കും പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഫാമിലിയിലുള്ള പ്രശ്നങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഇതൊക്കെ എല്ലായിടത്തും സാധാരണ അല്ലേ, കുറച്ചൊക്കെ സഹിക്കണം, ഒന്ന് തല്ലിയതല്ലേ, അത് കുഴപ്പമില്ല, നീ ഇനി അങ്ങനെ ചെയ്യാണ്ടിരുന്നാൽ മതി. നമ്മൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഒരാൾ നമ്മളെ ഫിസിക്കലി നമ്മൾ ഉപദ്രവിക്കുന്നത് അതൊരിക്കലും നോർമൽ അല്ല കേട്ടോ. നമ്മളെ ഫിസിക്കലി ഉപദ്രവിക്കാനായിട്ടുള്ള അധികാരം ആർക്കും ഇല്ല. അതെങ്ങനെയാണ് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ ഉപദ്രവിക്കാനായിട്ടുള്ള അധികാരം കിട്ടുന്നത്? ഈ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് പോകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ചില ആളുകളുടെ വിചാരം നമ്മൾ എന്തോ മറ്റേ ആടിനെയും ഒക്കെ കാശ് കൊടുത്ത് മേടിക്കുന്നത് പോലെ ഇങ്ങോട്ടേക്ക് പൈസ മേടിച്ചിട്ട് സ്വന്തമായിട്ട് എഴുതി കൊടുത്ത എന്തോ പ്രോപ്പർട്ടി ആണെന്നുള്ളൊരു വിചാരം ചില ആളുകൾക്കുണ്ട്. ഇതിൻ്റെ ഏറ്റവും കോമഡി എന്ന് പറഞ്ഞ് ഈ 2025 ഇറങ്ങുന്ന സിനിമകളിൽ പോലും ഇതുപോലെയുള്ള കുറേ ക്ലീശ ഡയലോഗുകൾ, നിന്നെ ഞാനങ്ങ് എടുത്തോളാം, നിന്നെ ഞാൻ പണ്ടേ എടുത്തതല്ലേ, നീ എൻ്റെതല്ലേ, നീ എൻ്റെ സ്വന്തമല്ലേ,
ഇങ്ങനെയുള്ള ഭയങ്കര ക്ലീശ ഡയലോഗുകൾ നമുക്ക് കേൾക്കാൻ പറ്റും. സോ ചില പുരുഷന്മാർക്ക് വിവാഹത്തിന് ശേഷം ഒരു വിചാരം ഉണ്ടാവും, ഭാര്യ താൻ പറയുന്ന തൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന, താൻ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന, തനിക്ക് വേണ്ടി എന്തും കൊണ്ടുവന്ന് ഇങ്ങനെ തരുന്ന ഒരു അടിമയാണെന്നുള്ളത്. ഭാര്യയുടെ അർത്ഥം അടിമ എന്നുള്ളതല്ല കേട്ടോ. ഒരു മാരേജ് എന്ന് പറയുന്നത് രണ്ട് ഈക്വൽ ആയിട്ടുള്ള രണ്ട് പേഴ്സൺ തമ്മിലുള്ള, രണ്ടാളുകൾ തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ്. അത് ഒരിക്കലും ഒരാൾ താഴെയോ അല്ലെങ്കിൽ ഒരാൾ മുകളിലോ അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാൾ പറയുന്നത് മുഴുവൻ കേൾക്കാനായിട്ട് നിൽക്കുന്ന ഒരാളോ അങ്ങനെയുള്ളൊരു അടിമയല്ല. ഇനി ഈ അടിമത്തത്തിനെ ഭയങ്കര പ്രിവിലേജായിട്ട് എടുക്കുന്ന കുറച്ച് സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ. അയ്യോ എൻ്റെ ചേട്ടനുണ്ടല്ലോ, എങ്ങാനും ഇത് കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ അപ്പം ചിരള നോക്കിയിട്ട് നല്ല അടി വെച്ച് തരും. എൻ്റെ ചേട്ടൻ്റെ അടുത്ത് എങ്ങാനും ഇത് പറഞ്ഞുകൊണ്ട് ചെല്ലണം, ഇത് കേട്ടാൽ മതി. ഇവളീ പറയുന്നത് പോലെയൊക്കെ ഞാനെങ്ങാനും ചെന്ന് പറഞ്ഞാലുണ്ടല്ലോ നല്ല അടി തരും, നല്ല തൊഴി തരും. ഇങ്ങനെയൊക്കെ ഇതിനെയൊക്കെ നമ്മൾ പറയില്ലേ, കബീർ സിംഗ് പോലെയുള്ള സിനിമയൊക്കെ കണ്ടിട്ട് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതിനെയൊക്കെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ താലോലിച്ചുകൊണ്ട് നടക്കുന്ന സ്ത്രീകളാണ്. സ്ത്രീകൾക്ക് തന്നെ ശാപമായിട്ടുള്ള കുറേ സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ. നിങ്ങൾക്കറിയാം, ഈ കബീർ സിംഗ് പോലെയുള്ള സിനിമകളൊക്കെ നമ്മുടെ നാട്ടിൽ ഇത്രയും കൂടുതൽ പബ്ലിക് സപ്പോർട്ട് കിട്ടണമെങ്കിൽ ഇത്രയും ടോക്സിക് ചിന്താഗതിയുള്ള എന്തോരം മനുഷ്യർ നമ്മുടെ ചുറ്റും ഉണ്ടാവും. അതല്ല, ഒരു പെൺകുട്ടി എന്തെങ്കിലും പ്രശ്നം വന്ന് പറയുകയാണെങ്കിൽ അവളുടെ നാവ് കൊള്ളില്ല, അവൾക്ക് അങ്ങ് അടങ്ങിയിരുന്നൂടെ? അവൻ അത്രയും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കഷ്ടപ്പെട്ട് വരുമ്പോഴത്തേക്ക് അത്രയും ടെൻഷനൊക്കെ ആയിട്ട് വരുന്നതല്ലേ, അവൾക്ക് ഇത്രയും അഡ്ജസ്റ്റ് ചെയ്താൽ എന്താ? അവളല്ലെങ്കിലും പണ്ടേ അങ്ങനെയാണ്. അവൾ വീട്ടിൽ ഒരു ജോലിയും ചെയ്യില്ല. വീട്ടിൽ ജോലി ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും പിന്നെ ഭർത്താവിന് വേണ്ടിയിട്ടുള്ള നീഡുകൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാനും ഒക്കെ നല്ല കാര്യമാണ്. പക്ഷെ ഒരു പരിധി വരെ നമ്മളുടെ സെൽഫ് റെസ്പെക്റ്റ് പോകുന്നിടത്ത് അതവിടെ നിൽക്കണം. എപ്പോഴാണ് നമ്മളല്ലാണ്ടാകുന്നൊരു സിറ്റുവേഷൻ വരുന്നുണ്ടോ ആ ഒരു അവസ്ഥ, അത് ഒരിക്കലും അത് നോർമലല്ല. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരിക്കലും പിന്നെ അയ്യോ എല്ലാം ശരിയാകും എന്ന് വെച്ചിട്ടിരിക്കരുത്. അതിന് നമ്മൾ പരസ്പരം സംസാരിക്കുക, സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ സോർട്ട് ഔട്ട് ചെയ്യുക. പക്ഷേ ഒട്ടും സാധിക്കുന്നില്ല, വളരെ ഹൈലി ഡൊമിനൻ്റ് ആണ്. ഇപ്പോൾ ഈ അതുല്യയുടെയൊക്കെ കേസ് പോലെ ഭയങ്കര നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അയാളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ചിലപ്പോൾ അയാൾക്ക് പുറത്തൊന്നും ഒരു കോണ്ടാക്റ്റും ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ പുറത്തുള്ളവരോട് നോക്കുമ്പോഴത്തേക്കും വളരെ മാന്യൻ, അയ്യോ എന്തൊരു നല്ല മനുഷ്യൻ. വീടിനകത്ത് വരുമ്പോഴത്തേക്കും വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളായിരിക്കും ഈ ചവിട്ടും തൊഴിയൊക്കെ കൊള്ളുന്നതും അയാളുടെ യഥാർത്ഥമായിട്ടുള്ള മുഖം കാണുന്നതും. അപ്പം നമ്മൾ പുറത്ത് ആരോടെങ്കിലും പറയുകയാണെങ്കിൽ അവർ പറയും, അയ്യോ ഇയാളെ കുറിച്ചിട്ട് തന്നെയാണോ ഇവളീ പറയുന്നേ, ഇത് പ്രശ്നങ്ങൾ മുഴുവൻ ഇവളുടേതായിരിക്കും, അല്ലെങ്കിൽ ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നത് പോലെയൊന്നും അല്ലല്ലോ അവൻ. അങ്ങനെ നമുക്ക് തന്നെ അവസാനം തോന്നും അവിടെ ഒരു ഗ്യാസ് ലൈറ്റിംഗ് ആയിരിക്കും ശരിക്കും ഉണ്ടാവുന്നത്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ചെല്ലുകയാണെങ്കിൽ നമ്മൾ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കും. ഭർത്താവാണെങ്കിലും നമ്മുടെ ചുറ്റും നിൽക്കുന്നവരാണെങ്കിലും ഇതൊക്കെ നിന്റെ പ്രശ്നം കൊണ്ടാണ്, നിനക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ, നീ അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ ഇങ്ങനെ വന്നത്. അപ്പോൾ പിന്നെ നമ്മൾക്ക് തന്നെ ഒരു കൺഫ്യൂസിങ് സ്റ്റേറ്റ് ആവും. അതായത് എന്ത് ചെയ്യണം, ഇനി ഞാനാണോ ഇവിടെ തെറ്റ്, അല്ലെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണോ, ഞാൻ മര്യാദക്ക് നിൽക്കാത്തത് കൊണ്ടാണോ ഈ ഒരു റിലേഷൻ മുന്നോട്ട് പോകാത്തതെന്ന് തോന്നി ഏത് എക്സ്റ്റെൻഡ് വരെയും അവസാനം ഈ റിലേഷൻ എങ്ങനെയെങ്കിലും കൊണ്ടുപോയേ പറ്റൂ എന്നുള്ള ഒരു സ്ഥിതിയിലോട്ട് നമ്മൾ പ്രഷറൈസ്ഡ് ആകും. ഒരു കുട്ടിയും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി പ്രഷർ കൂടും. അതായത് എന്തും സഹിച്ച് നിൽക്കാം. ഇപ്പോൾ അതുല്യയുടെ കേസാണെങ്കിൽ ഇപ്പോൾ അയാളുടെ മൂത്രം വരെ ആ പെൺകുട്ടിക്ക് കുടിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമേ അവിടെ ഇല്ല. അത്രയും ഒരു മനുഷ്യനെ ഫിസിക്കലി ടോർച്ചർ ചെയ്യുന്ന അത് നോർമലല്ല. അത്രയും ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൻ്റെയൊക്കെ കൂടെ നമ്മൾ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? ഈ വിവാഹം എന്ന് പറയുന്നതുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, അല്ലാണ്ട് നമ്മുടെ ജീവിതം ഫുള്ള് തന്നെ ഈ വിവാഹമല്ല. ഇപ്പോൾ എല്ലാ മനുഷ്യർക്കും ഇതൊരു മാരത്തോണൊന്നും അല്ല. അതായത് നമ്മളൊന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഓടി നമ്മൾ അവസാനം ഫൈനൽ പോയിന്റിൽ തന്നെ എത്തിച്ചേരണം, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള റൈറ്റ് പേഴ്സൺ ചിലപ്പോൾ റൈറ്റ് ടൈമിൽ കിട്ടിയത് വരില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുക. ചില സ്ത്രീകളുണ്ട്, അവർക്ക് ജോലി ഉണ്ടാവും, സാലറി ഉണ്ടാവും, എന്തുണ്ടെങ്കിലും അവരൊരു ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ആയിരിക്കും. സ്വന്തം സാലറി എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പോലും അറിയാത്തവരുണ്ടാവും, അല്ലെങ്കിൽ സ്വന്തം സാലറി സ്വന്തം ഇഷ്ടപ്രകാരം ചെലവഴിക്കാനുള്ള അധികാരം പോലും ഇല്ലാത്തവരുണ്ടാവും. അവർ വെറുതെ ഒരു മണി മേക്കർ ആയിരിക്കും. അത് ഇതിൻ്റെ കുറച്ചുകൂടി എക്സ്റ്റെൻഡഡ് വേർഷനാണ്. അതായത് നീ വേണമെങ്കിൽ ജോലിക്ക് പൊയ്ക്കോ, പക്ഷെ നീ വന്നിട്ട് വീട്ടിലെ പണികൾക്കൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, വീട്ടിലെ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം, വീട്ടിലെ ജോലികളെല്ലാം കൃത്യം. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ജോലിക്ക് പൊക്കോളും. അങ്ങനെ നോക്കുമ്പോൾ അപ്പം എന്താ, പുറത്തേയും പണി ചെയ്യണം, വീട്ടിലേയും ജോലി ചെയ്യണം. അത് കഴിയുമ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുപോലെ തല്ലും കൊള്ളണം. എന്തിനാണ്? നമുക്ക് ഏറ്റവും വേണ്ടത് നമുക്കൊരു ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും
ഞാൻ പറയുന്നത് ഹൗസ് വൈഫ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ചോയ്സാണ്. എല്ലാവർക്കും ചിലപ്പോൾ ജോലി ചെയ്യുന്നതിൽ എല്ലാവരും കംഫർട്ടബിൾ ആയിരിക്കില്ല, ചിലർക്ക് ഹൗസ് വൈഫായിട്ട് ഇരിക്കാനായിരിക്കും. പക്ഷേ ഇത് എന്തൊക്കെ തന്നെയാണെങ്കിലും നമ്മളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അത് എല്ലാവർക്കും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റിന് നമ്മളെന്നൊരു വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തിത്വത്തിന് മറ്റുള്ള ഒരാളൊരു അടിച്ചമർത്തൽ കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുകയുള്ളൂ. അയ്യോ എൻ്റെ ചേട്ടനല്ലേ, അല്ലെങ്കിൽ ചേട്ടൻ കൈ തല്ലി ഒടിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു പാദസരോ ഒരു മാലയോ മേടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും എൻ്റെ ചേട്ടനല്ലേ, പാവമല്ലേ, അല്ലെങ്കിൽ ദേഷ്യത്തിന് ചെയ്തതല്ലേ, എൻ്റെ മോളെ ഞാൻ ദേഷ്യത്തിന് ചെയ്തതല്ലേ, നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ വരുന്നത് കംപ്ലീറ്റ്ലി ടോക്സിക് ആയിട്ടുള്ള ആളുകളാണ്. അതായത് നല്ല രീതിയിൽ ഉപദ്രവിച്ച് കയ്യോ കാലോ ഒക്കെ തല്ലി ഒടിച്ചതിന് ശേഷം കുറേ കഴിയുമ്പോഴത്തേക്കും കരഞ്ഞു പിഴിഞ്ഞ് കാല് പിടിച്ചിട്ട് വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും അതിൽ വീഴാനായിട്ട് നിൽക്കരുത്. നിങ്ങളത് സ്വയം മനസ്സിലാക്കുക. നിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ട്രാപ്പാണത്. ശരിക്കും നിങ്ങളെ ഇമോഷണലി അവർ ട്രാപ്പിലാക്കുകയാണ്. ഈ ശരിക്കും നമ്മൾ പനിയും ചുമയൊക്കെ പകരുന്നത് പോലെ ഇതുപോലെയുള്ള സൈക്കോട്ടിക് ആയിട്ടുള്ള ബിഹേവിയറിൽ നിന്ന് വരുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ നിൽക്കുന്ന പാർട്ട്ണർക്ക്, സ്ത്രീക്ക് തന്നെ, അവർക്ക് തന്നെ പിന്നെ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാവും. അവർ തന്നെ മെൻ്റലി അൺസ്റ്റേബിൾ ആയിട്ട് തുടങ്ങും. അവർ തന്നെ ഒരു സബ്മിസീവ് ക്യാരക്ടർ ആകും. ഇതുപോലെയുള്ള നാർസിസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയുടെയൊക്കെ കൂടെ ആണെങ്കിൽ പിന്നെ അവർ തന്നെ സ്വയം അവരൊരു അടിമയായിട്ട് അവർ തന്നെ അങ്ങ് പ്രഖ്യാപിക്കും. എൻ്റെ ജീവിതം ഇതാണ്, എനിക്ക് ഇതിൽ നിന്നൊരു മോചനമില്ല, അച്ഛനും ഇല്ല അമ്മയില്ല സപ്പോർട്ട് ചെയ്യാനായിട്ട്, നാട്ടുകാരാണെങ്കിലും ഞാൻ പോയി കഴിഞ്ഞാൽ കുറ്റേ പറയുള്ളൂ, എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആരുണ്ട് എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞിട്ട് ഇതിൽ തന്നെ അങ്ങ് നിൽക്കാനായിട്ട് നോക്കും. അവസാനം ഒട്ടും പറ്റത്തില്ല, ശല്യം കൊണ്ട് ഒട്ടും സഹിക്കാൻ വയ്യ, ഒട്ടും പറ്റുന്നില്ല, മരിച്ചു പോകുന്ന അവസ്ഥയാകുമ്പോഴത്തേക്കുമാണ് സ്ത്രീകൾ അവസാനം സൂയിസൈഡ് എന്നുള്ളൊരു ചോയ്സ് എടുക്കുന്നത്. ഇതിൽ നിന്ന് പുറത്ത് വന്നാലും നമുക്ക് മറ്റൊരു ലോകം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഒരു സ്വന്തമായിട്ട് ഡിഗ്രി ഇല്ലെങ്കിൽ പഠിച്ചൊരു ഡിഗ്രി എടുക്കാൻ നോക്കുക, ചെറുതെങ്കിൽ ചെറുതൊരു ജോലി ചെയ്യുക, സ്വന്തം കാലിൽ നിൽക്കുക. സമൂഹം നിങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മനസാക്ഷി അറിയാമല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ മനസാക്ഷി അറിയാവുന്ന പക്ഷം, നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്നുള്ള പക്ഷം ആ ഒരു തീരുമാനത്തിലേക്ക് പോവുക. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെങ്കിലും അതുകൊണ്ടൊരു നന്മയുണ്ടാവും. എനിക്ക് പറയാനുള്ളത്, ഇത് കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലൊരു സിറ്റുവേഷനിൽ കൂടി പോകുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പുറത്തു വരാൻ നോക്കുക. മറ്റുള്ളവരുടെ ഹെൽപ്പ് സീക്ക് ചെയ്യുക. ഇനി മറ്റുള്ളവർ സഹായിക്കാനില്ലേ, സ്വയം സഹായിക്കുക, പുറത്തേക്ക് വരിക. ഇനി സ്വന്തമായിട്ടൊരു ജോലി ഇല്ലാത്തതാണോ പ്രശ്നം, ഒരു ജോലി കണ്ടുപിടിക്കുക, എങ്ങനെയെങ്കിലും പുറത്ത്. അതൊന്നും നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാനോ ജീവൻ എടുക്കാനോ ഉള്ള റീസൺസ് അല്ല. ഇതൊക്കെ ഒരു ജോലി എന്ന് പറയുന്നത്, ഒരു ഡിഗ്രി എന്നൊക്കെ പറയുന്നത് നമുക്ക് ജീവിക്കാനുള്ള കാര്യങ്ങളാണ്. അല്ലാണ്ട് നമ്മുടെ ജീവിതം തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു മനുഷ്യനിലാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുത്. പുറത്തേക്ക് വരിക, സ്വന്തമായിട്ടൊരു ഇൻഡിപെൻഡൻ്റ് ആവുക, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയില്ലെങ്കിൽ നമ്മൾ പലർക്കും ഡിപ്പെൻഡൻ്റ് ആയിട്ട് തന്നെ ജീവിക്കേണ്ടി വരും. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക, ഒരു ജോലി മേടിക്കുക, സ്വന്തം കാര്യം നോക്കുക. ആർക്കും വേണ്ടിയിട്ട് നമ്മുടെ ഈ മനുഷ്യജീവിതം എന്ന് പറയുന്നതുണ്ടല്ലോ, എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. കോടിക്കണക്കിന് ജീവനുകളിൽ നിന്ന് വളരെ തുച്ഛമായിട്ടുള്ള ജീവനുകൾക്ക് മാത്രമാണ് മനുഷ്യൻ എന്നുള്ള ഒരു ഇത് കിട്ടുന്നത്. നമുക്ക് അങ്ങനെ ഒരു ജീവിതം ഈശ്വരൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വില അറിയുക, നമ്മളതിൻ്റെ വെറുത്തറിയുക. ഇങ്ങനെ ഒരു ദുഷ്ടന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളെയോ നമ്മുടെ കുടുംബത്തിനെയോ ഇത്രയും ഉപദ്രവിച്ച ഒരു മനുഷ്യന് വേണ്ടിയിട്ടൊന്നും അങ്ങനെ ഒരു നിമിഷത്തെ ഒരു ഇമോഷൻ കൊണ്ട് പൊലിച്ച് കളയേണ്ടതൊന്നും അല്ല നമ്മുടെ ജീവിതം. അപ്പോൾ അതുകൊണ്ട് ദയവേത് ഇത് കേൾക്കുന്ന പെൺകുട്ടികൾ ആരെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത്തരം അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. എങ്ങനെയെങ്കിലും ഇതിലേക്ക് പുറത്തു വരാനായിട്ട് നോക്കുക. മറ്റുള്ളവരോട് തുറന്ന് പറയുക, നമ്മുടെ ബുദ്ധിമുട്ടുകൾ തുറന്നു പറയുക, പുറത്തു വരാനുള്ള ധൈര്യം കാണിക്കുക. അങ്ങനെയുള്ള ധൈര്യം എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവട്ടെ എന്നാശംസിച്ചുകൊണ്ട് താങ്ക് യു.